യാസ്മിന്റെ അടുത്തേക്ക് പോരൂ, നമ്മുടെ അടുത്തേക്ക് പോരൂ. പുള്ളി വരട്ടെ, പുള്ളിക്ക് എന്താണ്, പുള്ളിക്ക് ഒറ്റയ്ക്ക് വരാൻ അറിയത്തില്ലേ? അപ്പൊ ഇപ്പൊ എവിടെ ഉണ്ട് കറന്റ്ലി നിങ്ങള്? എന്റെ പൊന്ന് കേക്ക്, നമ്മൾ ഉച്ചനേരത്ത് വന്നിരിക്കുന്ന കൊക്കിനെ കണക്ക് ഇരിക്കുക പറഞ്ഞിട്ട് കുറെ നേരമായി. അയ്യോ നിങ്ങൾ എത്തിയോ? പിന്നെ വരുന്ന വഴിക്ക് യാസ്മിന് പെട്ടെന്ന് കണ്ണിന് എന്തോ പ്രശ്നം. യാസ്മിന് കണ്ണി കുരുവായ നിങ്ങൾക്ക് എന്തുവാ? നിങ്ങൾക്ക് ഇങ്ങോട്ട് നേരെ വന്നാൽ പോരെ. യാസ്മിനോട് ഒറ്റയ്ക്ക് ഒന്നുകൂടെ. ടൈമിനൊരു വില തരുന്നില്ല. ഞാൻ ഭയങ്കര ഇന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കണം നിങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതെനിക്ക് ഭയങ്കര ഹേർട്ടായി ഞാൻ. പിന്നെ നിങ്ങളെ ഒന്ന് വരുവോ? പക്ഷെ വെയിലടിച്ചിട്ട് ചന്തിക്കത്തൊരു മുട്ട പൊരിക്കാനുള്ള ചൂടായി. ഒന്ന് വരുവോ? മുട്ട പൊരിക്കണ്ട പോലെ. ഫോട്ടോ വിളിക്കാനോ? മുട്ട പൊരിക്കണ്ട പോലെ. മുട്ട എന്റെ പൊന്ന് സഹോദര, എന്തേലും ഒരു തമാശ പറഞ്ഞാൽ അതങ്ങ് സീരിയസ് ആയിട്ട് എടുക്കില്ലേ നിങ്ങള്? ഞാൻ കുഴപ്പമില്ല. എന്നെ കണ്ട ചന്തിക്കടയിൽ മുട്ട പൊരിക്കാനായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? അല്ല, പറഞ്ഞ കാരണം കൂടുതലൊക്കെ യാസ്മിന്റെ കണ്ണിന്റെ കുരു മാറ്റിട്ട് വേഗം വന്നാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ, ഞാൻ ചൂടായിട്ട് നിൽക്കുവോ. ഞാൻ വേഗം അയാളുണ്ടല്ലോ, അയാളുടെ എന്റെ പൊന്ന് അപ്പാ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞേ, ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത് എവിടാ, നമ്മൾ ഉച്ചയ്ക്ക് വന്ന ബാറ്റിംഗ് കയറി ഇരിക്കുന്ന കൊക്കിനെ കണക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായിരുന്നു. പുള്ളിക്കാരൻ പറയോ യാസ്മിന്റെ കണ്ണി കുരു പോയി, കണ്ണിലെന്തോ മറ്റേ വാക്ക് പറ്റിയത് കേട്ടോ, കണ്ണിലെന്തോ പറ്റിയെന്ന്. അപ്പൊ ഉടനെ ഞാൻ അടുത്ത് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ചന്തിയിൽ ഒരു മുട്ട പൊരിക്കാനുള്ള സമയമായിരുന്നു. അപ്പൊ അയാൾ പറയുവാ വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ വരാൻ, ചന്തി മുട്ട പൊരിക്കണ്ടെന്ന്. ഇപ്പോഴേ ഇയാൾക്കൊരു തമാശ പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. പോക്കണം കെട്ടരുത്തൻ പോലും മനസ്സിലാവാത്ത ഒരു കാട്ടുകിഴങ്ങൻ. അതും കേക്കെ. ഞാൻ യാസ്മിനെ വിളിച്ചപ്പോഴേ യാസ്മിൻ പറയുവാണ് അങ്ങേര് അവിടുന്ന് ഓഫീസിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങ് വന്നു. ഇയാളാരുടെ എങ്ങനെ കല്യാണം കഴിച്ചോടി ഇവർക്ക്? ഇത് നേരിട്ട് വന്നെന്ന്. അന്നൊരു ജംഗ്ഷനിൽ കിടന്നൊരു കൊക്കിനെ പോലെ മറ്റേ കണ്ണ് കാണാതെ തപ്പിത്തടവി അവിടെ ഒക്കെ യാസ്മിനെ തേടി. ഇയാൾക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോ ഇയാൾക്കുണ്ടല്ലോ, ഇയാളൊരു പെൺകോന്തന. ഇയാള് സത്യം ജോഗി, കാമ കുടുക്ക. ഇയാള് കാമ കുടുക്ക. അന്ന് കുതിരയായിരുന്നു. അതും കേക്ക്. അത് വേണ്ട, കാമ കുടുക്ക മതി. അതും കേക്കെ, എല്ലാം കേക്കെ. ഇയാള് സത്യം കേട്ടോ കുട്ടൻ കൊയിലാണ്ടി, കാട്ടുകോഴി, കാമക്കുടുക്ക, കാമക്കുതിര, എന്തൊക്കെ പേരാണ് ഇയാൾക്ക്. സത്യം പറഞ്ഞാണല്ലോ ഇയാൾ ഈ യാസ്മിൻ ഇന്ന് വരുമ്പോ ഞാൻ ഇയാൾ ചോദിക്കുമല്ലോ, ഇയാൾക്ക് എന്നാ ഈ പെണ്ണുമ്പളെ കെട്ടിക്കൂടെയെന്ന്. അല്ല, പുള്ളിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അയാള് യാസ്മിനോട് നിന്നിട്ട് അപ്പാപ്പൻ താഴെ മണ്ണിലോട്ടൊന്ന് നോക്കണം. അയാള് മറ്റേ ഷൂസ് ഇട്ടുള്ള ഷൂസ് ഇട്ടൊക്കെ